8th എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളത് ടോക്കണൈസറാണ്. അതായത് തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം ഒരു പെർട്ടിക്കുലർ കാര്യം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമ്മൾ സ്ട്രിങ് ആയിട്ട് വാല്യൂ കൊടുക്കുക, കുറച്ച് നമ്പേഴ്സ് സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക, 10 10 10 10. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം, സ്പേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അത് 4 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോന്നിനും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്തിട്ട് പരസ്പരം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 നമ്പറിനും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം, അത് ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്യണം, സം ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സം കാണിക്കണം. ഓക്കെ, സ്പേസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റിംഗ് വാല്യൂ. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നൊരു java.util-ലുള്ള സ്ട്രിംഗ് ടോക്കണൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ മെയിൻ പ്രോഗ്രാം എഴുതാം. മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ സ്കാനർ യൂസ് ചെയ്യുക, യൂസർ കയ്യിൽ നിന്ന് സ്ട്രിങ് വാങ്ങിക്കണമെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സ്പേസ് ഉള്ള സ്ട്രിങ്ങുകൾ ഇതുപോലെ കൊടുക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസറുടെ കയ്യിൽ നമ്മൾ വാല്യൂസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എൻ്റർ നമ്പർ സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്ന് മെസ്സേജ് കൊടുത്തു. ഇനി ഇവിടെ sc.നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്തൊരു ലൈന് കംപ്ലീറ്റ് റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് str എന്നുള്ളതിൻ്റെ അകത്ത് നിന്നുണ്ടാവും നമ്മൾ 10 10 10 10 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, സ്പേസ് ഇട്ട്. അപ്പോൾ ഒരു സ്ട്രിങ്, ഒരു ടെക്സ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് മുറിച്ചെടുക്കണം. ഓക്കെ, മുറിച്ചെടുക്കുക മീൻസ് ഇൻ ദി സെൻസ് ഒരു സ്പേസാണ് നമ്മളിവിടെ സെപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ആ സ്പേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്ക് സ്പേസിൻ്റെ പറയുകയാണെങ്കിൽ കോമ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞെടുക്കണം ഏതാണ് ടോക്കണൈസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സ്ട്രിംഗ് ടോക്കണൈസർ st is equal to new സ്ട്രിംഗ് ടോക്കണൈസർ. അപ്പോൾ ഇങ്ങനെയാണ് ടോക്കണൈസർ ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം സ്ട്രിംഗ് ടോക്കണൈസർ എന്നുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ, ഫസ്റ്റത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ആ സ്ട്രിങ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട സ്ട്രിങ് എന്താണ്, നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ അല്ലേ, ഇവിടുന്ന് റീഡ് ചെയ്ത വാല്യൂ 10 10 10 10 എന്ന് പറഞ്ഞാൽ യൂസർ കൊടുക്കുന്ന വാല്യൂ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താ, എന്ത് പാരാമീറ്റർ, ഈ പാരാമീറ്റർ കൊടുക്കുന്നത് എന്താണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്ട്രിങ്ങിനെ ടോക്കണൈസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്യണം, മുറിച്ചെടുക്കണം. ഫൈൻ. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണ് നമുക്ക് കാണുമെന്നുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടിയത് എന്തൊക്കെയാണെന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു വൈൽ ലൂപ്പ് എഴുതുക. വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഇവിടെയുള്ള st ഡോട്ട് എന്ത് ചെയ്യുക, ഹാസ് മോർ ടോക്കൺസ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഇനി കൂടുതൽ ടോക്കൺസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ എന്താ, ഇനിയും ടോക്കൺസ് ഉണ്ടെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ 10 ലൈക്ക് 10 10 10 10. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടോക്കൺ ആരാണ്, ഇയാളാണ്, ഈ 10 ആണ്. അപ്പോൾ st ഡോട്ട് നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, ഈ 10നെ കിട്ടും. ഓക്കെ, വീണ്ടും വൈൽ ലൂപ്പിൽ കറങ്ങി കഴിഞ്ഞാൽ st ഡോട്ട് ഹാസ് മോർ ടോക്കൺ എന്ന് എൻ്റെ അടുത്ത് എന്താ, അവിടെ ചോദിക്കുന്നത് അടുത്തൊരു ടോക്കൺ ഉണ്ടോന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോക്കണിലേക്ക് ഇതുണ്ടെങ്കിൽ യെസ് ഉണ്ട്, താഴേക്ക് വരും, നമ്മൾ അടുത്ത ടോക്കൺ എടുക്കും, അടുത്ത 10നെ എടുക്കും. എന്നിട്ട് വീണ്ടും അടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കുന്നത് എന്താ, ഹാസ് മോർ ടോക്കൺസ്, ഇനി കൂടുതൽ ടോക്കൺസ് ഉണ്ടോ. അപ്പോൾ യെസ് എന്നായിരിക്കും ഇവിടെ, ട്രൂ എന്നായിരിക്കും ഇവിടെ വരുന്ന വാല്യൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വൈൽ ലൂപ്പിൻ്റെ അകത്തേക്ക് വരും, അടുത്ത വാല്യൂ എടുക്കും, അടുത്ത വാല്യൂ എടുക്കും. അപ്പോൾ ഓരോ വാല്യൂസിന് എടുക്കും. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യണത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്താണ് ആ വാല്യൂ എന്നുള്ളത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലൂപ്പിൻ്റെ അകത്ത് ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ലൂപ്പിൻ്റെ അകത്ത് ഓക്കെ ട്രൈ ക്യാച്ച് ഇട്ടിട്ടുണ്ട്, അത് ഇൻറ്റീജറെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അത് ഒഴിവാക്കാം. ഓക്കെ, വൈൽ ലൂപ്പിൻ്റെ അകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ലൈക്ക് നമ്മൾ എന്ത് ചെയ്തു, st ഡോട്ട് നെക്സ്റ്റ് ടോക്കൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 2 1 2. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തു, 1 2 1 2 സെപ്പറേറ്റ് ചെയ്ത് സ്പേസ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തതിനെ കാണിച്ചു തന്നു. ഓക്കെ, അത്രേ ഇതിനകത്ത് കാര്യമുള്ളൂ. ഈ st ഡോട്ട് നെക്സ്റ്റ് ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ടോക്കൺ നമുക്ക് കിട്ടും.
അതവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതൊരു വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ ടോക്കൺസും തീരുന്നത് വരെ എല്ലാവരും പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താ, ഈ നമ്പേഴ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് ആദ്യം സ്ട്രിങ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുക, ആ സ്ട്രിങ്ങിനെ ലൈൻ പിന്നെ മുറിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സമ്മ് കാണണം, എന്നിട്ട് അതിൻ്റെ സമ്മ് പ്രിന്റ് ചെയ്യണം. ഫൈൻ. അപ്പോൾ നമ്മളിവിടെ ഈ ഇതിൻ്റെ അകത്ത്, ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ നേരെ പ്രിന്റ് ചെയ്യുന്നതിന് പറഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്, ഇൻറ്റീജറെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ട്രൈ ക്യാച്ച് ഇട്ട് കൊടുത്തു. ഇൻറ്റീജറെ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം, ഇൻറ്റീജർ ഡോട്ട് പാർസിൻ്റെ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തായാലും കൺവേർട്ട് ചെയ്യും, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തരും. അപ്പോൾ നമ്മളതിന് വൈലിനെടുത്ത് ഇൻ വൈ. ഓക്കെ, ഇതിവിടെ ഡിക്ലെയർ ചെയ്തിട്ട് ഇൻ വൈ സം ഈക്വൽ ടു 0 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റീജറായിട്ട്. ഇനി ഇൻ വൈ ഈക്വൽ ടു ഇൻറ്റീജർ ഡോട്ട് പാർസിൻ്റെ ഓഫ് st ഡോട്ട് നെക്സ്റ്റ് ടോക്കൺ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആദ്യത്തെ വാല്യൂ എന്ത് ചെയ്യും, മാറ്റിയിട്ട് വൈയിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സം ഈക്വൽ ടു 0 എന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലൂപ്പ് കറങ്ങുമ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് ഇൻ വൈ. അപ്പോൾ സം ഈക്വൽ ടു 0 പ്ലസ് 10 കിട്ടും ഫസ്റ്റ് റൗണ്ടിൽ. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്താ 10 ആയി, താഴേക്ക് വരും, ലൂപ്പ് കറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും അടുത്ത 10 എടുക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും 10 വരും. അപ്പം ഇവിടെ നെക്സ്റ്റ് ടോക്കൺ എടുത്തു, അപ്പോൾ അടുത്ത 10 കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ വരും, അത് വീണ്ടും സം ഈക്വൽ ടു 10 പ്ലസ് 10. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 20 ആയി. ഇത് വീണ്ടും കറങ്ങും. അങ്ങനെ ഫുള്ള് കറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ വാല്യൂസിനും എടുത്തിട്ട് എന്ത് ചെയ്യും, സമ്മ് ചെയ്യും. ഓക്കെ, സമ്മ് ചെയ്ത് നമ്മൾ വയലിൻ്റെ പുറത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ വയലിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മൾ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്തു. ഇത്രയും കാര്യമാണ് ടോക്കണൈസറിൻ്റെ കാര്യത്തിലുള്ളത്. ജസ്റ്റ് ഒന്നുകൂടി പറയാം, അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 സംതിങ് വാല്യൂസ്. ഓക്കെ, ഈ വാല്യൂസിനെല്ലാം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിന് ഇൻറ്റീജറായിട്ട് ഓരോന്നിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഇൻറ്റീജറുകൾ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ടോക്കണൈസർ എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ ആദ്യം മുറിക്കും. ഓക്കെ, ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് നെക്സ്റ്റ് ടോക്കൺ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ടോക്കൺ കിട്ടും. അതിന് ഓരോന്ന് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിലിട്ടിട്ട് ആഡ് ചെയ്യും. അത്രയാണ് എന്തുള്ളത്, ഈ ഒരു ടോക്കണൈസറിൻ്റെ കൺസെപ്റ്റും ആ കാര്യമുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാനുള്ളത്, ജാവയിൽ ആക്ച്വലി ഈ ടോക്കണൈസർ എന്നുള്ളത് ഡിപ്രീഷിയേറ്റഡ് ക്ലാസ് ആണ്. ഓക്കെ, നിങ്ങൾ സിലബസിൽ അത് പറഞ്ഞത് കൊണ്ട് അത് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, യൂസ്ഫുള്ളാണ്. ഇനി നിങ്ങൾ റിയൽ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിപ്രീഷിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലത് യൂസ് ചെയ്യാൻ എന്താണ്, സ്പ്ലിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് എന്നുള്ളതാണ് നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സപ്പോർട്ടുള്ളതും. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇവിടെ സ്ട്രിങ് റീഡ് ചെയ്തു വിചാരിക്കാം. ഓക്കെ, 10 20 നേരത്തെ ഉള്ള അതേ ഫംഗ്ഷനാലിറ്റി തന്നെ. ഓക്കെ, അപ്പം ഇവിടെ 1 2 3 4 5 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്തെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെല്ലാം പരസ്പരം ആഡ് ചെയ്യും. ഇതേ ജോലി തന്നെ ചെയ്യുന്നത്, പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാം, അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ്, ഈ ഒരു സ്പേസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇനി 1 2 3 4 5 എന്ന് കൊടുത്താൽ ഈ ഒരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആ ടോട്ടൽ സ്ട്രിങ്, ഇപ്പോൾ ഇതാണ് സെലക്ട് ടോട്ടൽ സ്ട്രിങ്, അതാണ് ഇങ്ങനെയാണ് വരിക 1 2 3 4 5. ഓക്കെ, ഇതിൻ്റെ ഇടയിലെല്ലാം വരുന്ന സ്പേസുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, മുറിച്ചെടുക്കും. അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടി സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കൊരു സ്ട്രിങ് അറേ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് കിട്ടും, സ്ട്രിങ് അറേ ആയിട്ട് കിട്ടും. ഓക്കെ, സ്ട്രിങ് അറേ നമ്മളോട് കൊടുത്തു, സ്ട്രിങ് അറേ ഈക്വൽ ടു സ്ട്രിങ് അറേ ഓഫ് ഇങ്ങനെ വരും. ഓക്കെ, ലൈക്ക് 1 2 ഓക്കെ 3 എക്സെട്ര. അപ്പോൾ ഇങ്ങനെ 5 എന്ത് ചെയ്യും, ഒരു സ്ട്രിങ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ആദ്യത്തെ ആളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, സ്ട്രിങ് അറേ ഓഫ് 0, അടുത്ത ആൾ കിട്ടുന്ന സ്ട്രിങ് അറേ ഓഫ് 1, സ്ട്രിങ് അറേ ഓഫ് 3. അപ്പോൾ നമുക്ക് ഇതിന് ഇൻഡെക്സ് അറിയണം.
നമുക്ക് വേണമെങ്കിൽ str_array.length ഒക്കെ എടുത്തിട്ട് ചെയ്യാം, ഫോർ ലൂപ്പ് ചെയ്യാം. അതിൻ്റെ പകരം നമുക്ക് ഫോർ ഈച്ചിൻ്റെ വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട് നമുക്ക് ജാവൻ്റെ അകത്ത് നോർമലി പല സമയത്ത് നമുക്ക് ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഇത് ഫോർ ഈച്ച് ലൂപ്പാണ്. അതിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എസ് array എന്നുള്ളത് array ആണ് അല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഓരോന്നും എന്തായിട്ടുള്ളത്, ഓരോ എലമെൻറ്റും ഓരോ സ്ട്രിങ് ആണ് അല്ലേ. കാരണം സ്ട്രിങ്ങുകളുടെ array ആണ് കാണുന്നത് എസ് array എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിലെടുക്കാം. ഫോർ സ്ട്രിങ് എക്സ് ഓഫ് എസ് array. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൂട്ടി വയ്ക്കാം. ഫോർ ഈച്ച് വാല്യൂ ഓഫ് എസ് array ആസ് സ്ട്രിങ് എക്സ്. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ എലമെൻ്റ് ആദ്യം എന്തെടുക്കും, എക്സ് ആക്കിയിട്ട് എടുക്കും. ഇത് എക്സ് ആക്കിയിട്ട് എടുക്കും. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ. സെക്കൻഡ് റൗണ്ടിൽ എന്താവും, സെക്കൻഡ് എലമെൻറ്റിന് എക്സ് ആക്കിയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, കറങ്ങുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ എക്സ് എന്നുള്ള എലമെൻറ്റ് നമുക്കറിയാം ഓരോ എലമെൻ്റ് ആയിട്ട് മാറും. ഈ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഈ ഒരു അറേൻ്റെ അകത്തുള്ള ഓരോ എലമെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റീജറിന് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നമ്മളതിന് ഇൻറ്റീജറിൽ കൺവേർട്ട് ചെയ്യും. ഇൻറ്റീജർ.പാർസിൻ്റെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം സം ഈക്വൽ ടു സം പ്ലസ് ഇൻറ്റീജർ വൈ ആഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നോർമലി നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് സ്പ്ലിറ്റ് എന്നുള്ള കീവേഡ് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, രണ്ട് രൂപത്തിലും ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, വളരെ യൂസ്ഫുള്ളായൊരു രീതിയാണ്. പല സമയത്ത് നമുക്ക് പ്രാക്ടിക്കലി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഇത് ആവശ്യം വരും. ഓക്കെ, ഫൈൻ. സോ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, രണ്ട് പ്രോഗ്രാമും എഴുതുക. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു.